അഭിഷേകമുള്ളവൻ രഥത്തിന്റെ മുൻപിൽ ഓടുവാൻ പോകുകയാണ്. അഭിഷേകമുള്ളവനെ സംബന്ധിച്ചിടത്തോളം രഥവും കുതിരയും കാറും പ്ലെയിനും ഒന്നും വേണ്ട. അഭിഷേകം നിന്നെ എത്തിക്കാൻ പോകുകയാണ്. രാജാവിന്റെ രഥം എത്തുന്നതിന് മുൻപ് നീ എത്തേണ്ട ഇടത്തെത്തുവാൻ പോകുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ മുൻപിൽ അഭിഷേകമുള്ളവൻ ഓടാൻ പോകുകയാണ്. പിടിപാടുകളുടെ മുൻപിൽ അഭിഷേകമുള്ളവൻ ഓടാൻ പോകുകയാണ്. പണം 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 കാശ് കാശ് കാശിന്റെ രഥത്തിന്റെ മുന്നിൽ അഭിഷേകമുള്ളവൻ ഓടും. നീ കാശും ചാക്കും ഒക്കെ കെട്ടിപ്പിറക്കി രഥത്തെ പുറകെ വരുമ്പോഴേക്കും നിന്റെ മുൻപിൽ അഭിഷേകമുള്ളവൻ ലക്ഷ്യസ്ഥാനത്തെത്തി. അഭിഷേകമുള്ളവന്റെ സ്പീഡിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? അഭിഷേകമുള്ളവന്റെ സ്പീഡിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അവന് ചുമക്കാൻ അധികം സാധനമില്ല. ചുമക്കാൻ അഭിഷേകം മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ നിന്റെ മേലുള്ള സകല ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ, തകർന്നു വീഴട്ടെ. തലമുറകളെ കുറിച്ചുള്ള ഭാരം, വീട് പണിയെ കുറിച്ചുള്ള ഭാരം പോട്ടെ, വീട്ടുകൾ, ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഭാരം, ആമേൻ. അഭിഷേകമുള്ളവന് ഭാരമില്ല. നിന്റെ മേലുള്ള ഭാരങ്ങൾ ഇന്ന് ഭാരങ്ങൾ തകർത്ത്. മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഭാരം, വീടില്ലാത്ത എത്ര പേരുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തിന് വീടില്ല. പാസ്റ്റർ വീടില്ല. ഭാര്യയും രണ്ടുപേരും കൂടെ എന്നോട് അവരുടെ വ്യാകുലത പറയുകയാണ്. ഞാൻ പറഞ്ഞു, പോക്കറ്റിലോട്ട് കഴിട്ടു. എത്ര വീട് വേണം? ഒരു 4 വീട് തരട്ടെ. ഈ പോക്കറ്റ് മുഴുവൻ വീടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് വേണോ? എന്നാ വിളിച്ചോ. ഞാൻ മേസ്ത്രി അല്ല, ഞാൻ കോൺട്രാക്ടർ അല്ല, ഞാൻ ബിൽഡറുമല്ല. എന്നാൽ വീടില്ലാത്തവർക്ക് വീട് പണിഞ്ഞു കൊടുക്കുന്ന അഭിഷക്തനാ. നിന്റെ വേഗതയെ ഒരു ഭാരവും തടയരുത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് ഓടിക്കോ. ഒരു ഭാരവും നിന്റെ വേഗതയെ തടയുവാൻ ഇടവരരുത്. നീ ദീർഘദൂരം ഓടേണ്ട വ്യക്തിയാണ്. നിന്റെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. ഈ സഭയുടെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വന്നത്? റഷിംഗ് മൈറ്റി വിൻഡ്. വേഗത്തിൽ സഡൻലി പെട്ടെന്ന് റഷിംഗ് മൈറ്റി വിൻഡ്. ആമേൻ. അവിടുന്ന് വേഗത്തിൽ വന്നതിനാൽ അതേ വേഗത തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് ഇന്ന് പകൽ പകരുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, he came as a rushing mighty wind. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. ഇംഗ്ലീഷിൽ മൈറ്റി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് അറ്റാച്ച്ഡ് ആയിട്ട് സ്പീഡ് മാത്രമല്ല ഉള്ളത്, പരിശുദ്ധാത്മാവിനോട് അറ്റാച്ച്ഡ് ആയിട്ട് മൈറ്റ്, സ്ട്രെങ്ത്, പവർ is attached with the Holy Spirit. Might is attached with the Holy Spirit. ശക്തി പരിശുദ്ധാത്മാവിനോട് കൂടെ ഉണ്ട്. പലരും പറയുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പക്ഷെ സ്പീഡ് വേണ്ട. അയ്യോ, പരിശുദ്ധാത്മാവിനെ നിനക്ക് വേണം, സ്പീഡ് വേണ്ട എന്നാണോ പറയുന്നത്? ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്പീഡ് ഡിറ്റാച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ സ്പീഡ് അറ്റാച്ച്ഡാ. ചിലർ പറയുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പക്ഷെ ശക്തി വേണ്ട. അയ്യോ, പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി ഡിറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ ശക്തി അറ്റാച്ച്ഡ് ആണ്. Might is attached with the Holy Spirit. Rabana halara anmasaradi arthana. ഇന്ന് പരിശുദ്ധാത്മാവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കടന്നു വരികയാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്നത് പർവ്വതം, നിന്റെ മുൻപിൽ നിൽക്കുന്നത് കടഭാരം, നിന്റെ മുൻപിൽ നിൽക്കുന്നത് ആകുലതകൾ, വ്യാകുലതകൾ, രോഗബന്ധനങ്ങൾ. ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, സെരുബാബേലേ, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി തീരും.
സൈന്യത്താലൊന്നും അല്ല, നിന്റെ സ്വന്തം ശക്തിയാലുമല്ല, പരിശുദ്ധാത്മാവിനാൽ ഇത് സമഭൂമിയായി തീരുവാൻ പോകുന്നു. അവിടുത്തെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ ഏതുമാകട്ടെ, സകല പർവ്വതങ്ങളും സമഭൂമിയായി തീരുവാനിട വരും. നിങ്ങൾക്കറിയാമോ, ഈ പ്രപഞ്ചത്തിലുള്ള സകല അസാധ്യതകൾക്കുമുള്ള മറുപടി, സകല ഇംപോസിബിലിറ്റീസിനുമുള്ള മറുപടി, ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞതാണ്, സകല അസാധ്യതകൾക്കുമുള്ള മറുപടി പരിശുദ്ധാത്മാവാണ്. മറിയയുടെ അരികിൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കുവാൻ പോകുകയാണ്. മറിയ പറഞ്ഞു, അയ്യോ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ മേലുള്ള സകല അസാധ്യതകളും പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിന്നെ അത് അസാധ്യതകളല്ല. വിവാഹം കഴിഞ്ഞു, 7 വർഷമായി ഇതുവരെ കുട്ടികളില്ല. മെഡിക്കൽ ഡോക്ടർ പറയുന്നു, ട്രിവാൻഡ്രത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ പറയുന്നു, നിനക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകത്തില്ല, നീ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, കുട്ടികൾ ഉണ്ടാകത്തില്ല. ആ സാധ്യതയുടെ നടുവിലാണോ നീ ഇവിടെ ആയിരിക്കുന്നത്? സാധ്യത എന്താ? സാധ്യത പരിശുദ്ധാത്മാവ്. സകല സാധ്യതകളുടെയും മറുപടി പരിശുദ്ധാത്മാവാകുന്നു. കാരണം പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ശക്തിയുണ്ട്. അവിടുത്തെ ശക്തിയുള്ളതിനാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ ആ ശക്തി വെളിപ്പെടുവാൻ പോകുന്നു. ആമേൻ. നിങ്ങളുടെ വചനത്തിന്റെ മേൽ, നിങ്ങൾ പറയുന്ന വാക്കുകളുടെ മേൽ ശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഇവിടെയാണ് അഭിഷക്തനെ സംബന്ധിച്ചിടത്തോളം, നീ അഭിഷേകമുള്ളവനാകുന്നുവെങ്കിൽ നീ പറയുന്ന വാക്കുകൾക്ക് പിന്തുണ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നീ പറയുന്ന വാക്കുകളെ ആര് പിന്തുണയ്ക്കുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പിന്തുണയ്ക്കും. ഓ യെസ്, ഹല്ലേലൂയ. നീ രോഗിയെ നോക്കി പറയുന്നു, സൗഖ്യമാകുക. നീ പറയുന്ന വാക്കുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ പിന്തുണയുണ്ട്. നീ തലമുറയില്ലാത്തതിനെ നോക്കി തലമുറ ഉണ്ടാകുമെന്ന് പറ. നീ പറയുന്ന വാക്കുകൾക്ക് ആര് പിന്തുണ നിൽക്കുവാൻ പോകുന്നു? പരിശുദ്ധാത്മാവ് പിന്തുണ നിൽക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ വാക്കുകൾക്ക് പിന്തുണ നിന്നു കഴിഞ്ഞാൽ നിന്റെ വാക്കുകൾക്ക്, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ശക്തിയുണ്ട്. മറ്റവൻ പറയുമ്പോൾ സാധാരണ മലയാളം, നീ പറയുമ്പോൾ മലയാളം പ്ലസ് പരിശുദ്ധാത്മ ശക്തി. നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തില് ആ പ്രവാചകന്റെ എലീശയുടെ ശിഷ്യനാകുന്ന പ്രവാചകന്റെ ഭാര്യ വിധവ, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, പ്രവാചകൻ മരിച്ചുപോയി. ആ വിധവ വന്ന് പ്രവാചകൻ എലീശയോട് പറയുകയാണ്, ഞങ്ങൾ കടഭാരത്തിലായിരിക്കുന്നു, മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ആളുകൾ വരികയാണ്. അപ്പൊ പ്രവാചകൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രവാചകൻ ഇതെല്ലാം കെട്ടി ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? എന്റെ വീട്ടിൽ ഒന്നുമില്ല, ഒരിച്ചിരി എണ്ണ മാത്രം ബാക്കിയുണ്ട്. മതിയടി മോളെ, ആ ഒരല്പം എണ്ണയുണ്ട്. നീ നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത സ്തോത്രം നിന്നെ വിടുവിക്കാൻ പോകുകയാ. നീ നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത പ്രാർത്ഥനാ ജീവിതം നിന്നെ വിടുവിക്കാൻ പോകുകയാ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അമ്മാച്ചൻ എവിടെ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ അമ്മാച്ചൻ എവിടെ? ഇവിടെ ഉപ്പാപ്പൻ എവിടെ? ഇവിടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ എവിടെ? നാട്ടിലുള്ള പ്രമുഖന്മാരെന്ത് ചെയ്യും? അവർക്കാർക്കും ഇവളെ കുറിച്ചുള്ള ബോധ്യം, ഇവളെക്കുറിച്ച്, ഇവളെ വിടുവിക്കണമെന്ന് അവരുടെ ആരുടെയും ഹൃദയത്തിൽ ആഗ്രഹമില്ലാതിരിക്കുമ്പോൾ അഭിഷേകമുള്ളവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നിന്റെ ബന്ധുക്കൾക്ക് നിനക്ക് വേണ്ട, നിന്നെ വേണ്ട. അപ്പൊ ബന്ധുക്കൾ ഇവരുടെ വീട്ടിൽ വന്ന്, യോ കടഭാരമാണോ? അവര് പറയുന്നത് സാധാരണ മലയാളം, എന്നാൽ ഏലിശ പറയുന്ന മലയാളം പ്ലസ് പരിശുദ്ധാത്മ ശക്തി. ഏലിശ അവളോട് ചോദിച്ചു,
നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരല്പം എണ്ണയുണ്ട്. ആഹാ, അത്രയുണ്ടോ? എന്നാൽ നീ ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയിട്ട് നിനക്ക് എത്രയും പാത്രങ്ങൾ കളക്ട് ചെയ്യുവാൻ കഴിയുമോ അത്രയും പാത്രങ്ങൾ കളക്ട് ചെയ്യുക, മുറി അടയ്ക്കുക, എന്നിട്ട് ആ പാത്രങ്ങളിലേക്ക് എണ്ണ പകരുക. നിറയുന്ന പാത്രങ്ങൾ മാറ്റി മാറ്റി വയ്ക്കുക. ആ പാത്രങ്ങൾ നിറഞ്ഞത് മാറ്റി വയ്ക്കുമ്പോൾ അത് വിറ്റിട്ട് നീ കടം വിട്ട് ബാക്കി വരുന്ന പൈസ കൊണ്ട് നീ ജീവിച്ചോ. നിക്ക്, എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇതെന്താ ഈ പ്രവാചകൻ പറയുന്നത്? എന്താ ഇദ്ദേഹം എണ്ണ കൊടുക്കുന്നുണ്ടോ? പാത്രം കൊടുക്കുന്നുണ്ടോ? ഇദ്ദേഹം എന്താ ഈ പറയുന്നത്? എവിടുന്നാണ് ഈ പാത്രമെല്ലാം എങ്ങനെയാണ് നിറയുന്നത്? എണ്ണ കൊടുക്കുന്നില്ല, പാത്രം കൊടുക്കുന്നില്ല, എണ്ണ വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇദ്ദേഹം പറയുകയാണ് കടം വീട്ടിക്കോ, നീ ബാക്കിയുള്ളത് കൊണ്ട് ജീവിച്ചോ. എന്താണെന്നറിയാമോ? താൻ പറയുന്ന വാക്കുകളുടെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ പിന്തുണയുണ്ട്. ഇന്ന് പകൽ നിനക്ക് തരുവാൻ എൻ്റെ പക്കൽ വീടില്ല, പക്ഷേ എൻ്റെ പോക്കറ്റ് മുഴുവൻ വീടാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ രഹസ്യം എന്നറിയാമോ? ഞാൻ പറയുന്ന വാക്കിനെ പിന്തുണയ്ക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. വിശ്വസിച്ചോ? ഇവിടെ ഇരിക്കുന്ന ഓരോ അഭിഷക്തന്മാരുടെയും വാക്കുകളെ പരിശുദ്ധാത്മാവ് പിന്തുണ നിൽക്കാൻ പോകുകയാണ്. നീ പറയുന്ന വാക്കുകൾക്ക് പരിശുദ്ധാത്മാവ് പിന്തുണ നിൽക്കുവാൻ പോകുന്നു. ആ വാക്കുകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ദൈവപ്രവൃത്തി ആ വാക്കുകളാൽ സംഭവിക്കുവാൻ പോകുന്നു. ഈ എണ്ണയുടെ വർധനവിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എണ്ണയുടെ വർധനവിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തേങ്ങയല്ല, എള്ളല്ല, പിണ്ണാക്കല്ല, അഭിഷേകമുള്ളവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ആമേൻ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ മതി, നിന്റെ മേൽ ശക്തി പകരപ്പെടുവാൻ പോകുന്നു. ഈ ശക്തി പകരപ്പെടുന്ന ശക്തിയാണ്. നിങ്ങൾ ശക്തി പ്രാപിച്ചവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ മഹാശക്തി വ്യാപരിക്കുവാൻ പോകുകയാണ്. മഹാശക്തി പ്രാപിച്ചവരാകുന്നുവെങ്കിൽ ശക്തിയുടെ അളവോറ്റ വലിപ്പം നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ പോകുന്നു. പ്രാപിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ശക്തിയുടെ അളവോറ്റ വലിപ്പം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സ്പീഡ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. സെക്കൻഡ്ലി, പവർ, മൈറ്റ്, സ്ട്രെങ്ത് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വേഗതയുണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ശക്തിയുണ്ട്. മൂന്നാമത് എന്താണെന്നറിയാമോ? ഭയങ്കര ഗുരുതരമാണ്, സൂക്ഷിച്ചിരുന്നോണം. പെട്ടെന്ന് കൊടി കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പരിശുദ്ധാത്മാവിനോട് fire is attached with the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് തീയുണ്ട്. നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പക്ഷെ വേഗത വേണ്ട. നിന്നെ പരിശുദ്ധാത്മാവിനെ വേണം, നിനക്ക് ശക്തി വേണ്ട. അങ്ങനെ കിട്ടത്തില്ല. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം, തീ വേണ്ട. നോ, പരിശുദ്ധാത്മാവാണോ? തീ ഈസ് അറ്റാച്ച്ഡ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് തീ ഉള്ളതിനാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ കത്തുവാൻ പോകുന്നു. അവിടുന്ന് നിന്റെ മേൽ വരുമ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. വെള്ളം നിങ്ങളുടെ മേൽ ഒഴിച്ചാൽ ആ വെള്ളം വർദ്ധിക്കത്തില്ല. പക്ഷേ തീ ഒരു തുള്ളി നിന്റെ മേൽ വീണാൽ, ഒരു ചെറിയ തീയുടെ കനൽ നിന്റെ മേൽ വീണാൽ മതി. അല്പസമയം കഴിയുമ്പോൾ നിന്റെ തലയിലാ തീ വീണത്. ആദ്യം തലമുടിക്കാ തീ പിടിച്ചത്. അധികം കഴിയുന്നതിന് മുമ്പ് നിന്റെ കൈക്ക് തീ പിടിച്ചു, കാലിന് തീ പിടിച്ചു. തീ വർദ്ധിക്കും.
ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കുക, ഞാൻ ഈ പറഞ്ഞതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിയുടെ മേൽ തീ കത്തുകയാണ് എങ്കിൽ ആമേൻ, അടുത്തിരിക്കുന്ന ആൾ പറയുകയാണ്, അയ്യോ ഞാനിവിടെ വെറുതെ ഇരുന്നോളാം, എനിക്ക് വേണ്ട എന്ന് പറയാൻ ഒക്കത്തില്ല. അടുത്തിരുന്നാൽ അധികം വൈകാതെ നിന്റെ മേലെ തീ കത്തുക. ഇല്ലെങ്കിൽ പുറത്ത് ചാടിക്കോണം. അകത്തിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ കത്തുവാൻ പോകുന്നു. എനിക്ക് അധികം വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ പറയുന്നു എൻ്റെ ജീവിതം ഉപയോഗശൂന്യമായി പോയി, ഒരു പ്രയോജനവുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ചപ്പും ചവറുമായി പോയി, ഒരു ഗുണവുമില്ല, ഓലക്കാല് പോലായിപ്പോയി, ഉണങ്ങിപ്പോയി. ഉണങ്ങിയെങ്കിൽ രക്ഷപ്പെട്ടു. ഉപയോഗശൂന്യമായതിൽ നിന്ന് ഊർജം പുറപ്പെടുവിക്കുവാൻ തീക്ക് കഴിയും. നിന്റെ ജീവിതം തകർന്നു പോയി. അയ്യോ നിരാശയാണ്, എൻ്റെ ജീവിതം ഉപയോഗശൂന്യമായി പോയി, ജീവിതത്തിൽ തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയി, ഓലക്കാൽ പോലെ ഞാൻ ഉപയോഗശൂന്യമായി തീർന്നു, ചപ്പു ചവറ് പോലെ ഞാൻ ഉപയോഗശൂന്യമായി തീർന്നു, ഉണങ്ങിപ്പോയി. നിന്റെ ജീവിതം ഉണങ്ങിപ്പോയെങ്കിൽ നിന്നെ ആർക്കും വേണ്ട. നീ ഉണങ്ങിയ ഓല